ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്പുമായിട്ടാണ്. ഇപ്പോൾ മൊത്തം ലോക്ക്ഡൗൺ അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങും, പുറത്തിറങ്ങാൻ പറ്റില്ല, കടകളൊന്നും അങ്ങനെ തുറക്കാറില്ല, ചിലപ്പോൾ വല്ലപ്പോഴും തുറന്നാലായി. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങേണ്ടത്, ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ സമയത്തൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ് വേറൊരു വ്ളോഗിൽ. നമുക്ക് പറ്റാവുന്നത് എവിടെയാണെങ്കിലും നമ്മുടെ വീട്ടുവളപ്പിലോ ബാൽക്കണിയിലോ നമുക്ക് പറ്റുന്നത്ര നമ്മൾ പച്ചക്കറിയോ ഫ്രൂട്ട്സോ ഒക്കെ നട്ടുപിടിപ്പിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ എത്ര ഉപകാരപ്പെടും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്കിത് നല്ല ഉപകാരപ്പെടും. അല്ലെങ്കിൽ തന്നെ നമുക്ക് കെമിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ ഇതിപ്പോൾ നമ്മളൊരു പച്ചക്കറിയോ അങ്ങനെയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അത് എത്ര പേരുടെ കൈകളിലൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉള്ളത് നമുക്ക് വെച്ചുണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കുറച്ച് സാധനം പുറത്തുനിന്ന് വാങ്ങേണ്ടത് മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ എന്തൊക്കെ ചെയ്യുമായിരുന്നു, ഈ ചക്ക കുറേ ഉള്ള സമയത്ത്, ആ ചക്ക സീസൺ ഉള്ള സമയത്ത് ചക്ക ഉപ്പിലിട്ട് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ വല്ലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു, എന്നാലും കുറവ് തന്നെയാണ്. അതിങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ട് കുറേ വെക്കും. അപ്പോൾ അതൊരു 6 മാസം കൂടുതലൊക്കെ നമുക്കത് വെക്കാൻ പറ്റും. അങ്ങനെ ഫ്രിഡ്ജിലൊന്നുമല്ല, അങ്ങനെ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. അത് അതിൻ്റേതായ ഒരു രീതിയിൽ വെക്കണം. അത് വെച്ചിട്ട് പിന്നെ നമുക്കൊരു ഇങ്ങനെ കുറേ കഴിയുമ്പോൾ നമുക്ക് ആ ചക്ക ഒന്നും കിട്ടാത്ത സമയത്തൊക്കെ അത് ആ കറിക്കെന്തോ ഒരു ടേസ്റ്റാണ്. ആ ഒരു നമ്മൾ ഫ്രഷായിട്ടുള്ള വെക്കുന്ന ആ ഒരു ചക്കക്കറിയുടെ ടേസ്റ്റല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നല്ല രസമുണ്ടായിന്. ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഇപ്പോഴത്തെ തലമുറക്ക് അതൊക്കെ അറിയോ? അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്തൊക്കെ വെച്ചെങ്കിൽ നമുക്ക് കറിയും നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാനും പറ്റും. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഉപകാരപ്പെടും. നമുക്ക് പിന്നെ കെമിക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പേടിക്കാനുമില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം എല്ലാവരും ഇപ്പോഴും. പിന്നെ നമുക്ക് കുറേ നാൾ കേടുകൂടാതെ വെക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ഉണക്കമീൻ എന്ന് പറയുന്നത്. ഈ ഉണക്കമീൻ തെരണ്ടി, ഞങ്ങളൊക്കെ തെരണ്ടി എന്ന് പറയും. അതിന് ശരിക്കും തെരണ്ടിയാണോ എന്ന് പറയുന്നത് എനിക്കറിയില്ല. സ്രാവ് മീനൊക്കെ ഇല്ലേ, അത് ഉണക്ക സ്രാവൊക്കെ നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു ബോൺലെസ് ആയിട്ടുള്ളൊരു ഇതാണല്ലോ അത് നമുക്ക് നല്ല രസമുണ്ട്. അത് നമ്മളങ്ങനെ ഒരു രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉണക്കമീൻ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ആരെങ്കിലും അറിയാത്ത പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഉണക്കമീൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു 8-10 പീസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ഉപ്പൊക്കെ പോയതിന് ശേഷം ഒന്ന് നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞ ശേഷം അതിലോട്ട് അധികം എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ, അല്ലെങ്കിൽ അരച്ച നല്ല മുളകിൻ്റെ പേസ്റ്റ് ആയാലും അതാണ് ഏറ്റവും ബെസ്റ്റ്. മുളകൊന്ന് ഫ്രഷായിട്ട് അരച്ചെടുക്കുന്നത്, ഉണക്കമുളക് ഒന്ന് അരച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ, അത് ഒന്ന് ചേർത്തിട്ട് പിന്നെ സവാള അരിഞ്ഞത്, ഒരു വലിയ സവാള ആണെങ്കിൽ ഒരു 1/4 ഭാഗം മതി. ഒരു നോർമലി മീഡിയം സവാള ആണെങ്കിൽ ഒരു 1/2 എടുത്തിട്ട് അതൊന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയിലൊന്ന് നല്ല റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കഞ്ഞും ഈ ഒരു ഉണക്കമീൻ ഇങ്ങനെയുള്ളൊരു റോസ്റ്റാക്കി എടുത്തിട്ട് നമ്മൾ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഈ ഒരു സംഭവം ഞാൻ ഒരിക്കലും ചെയ്യാൻ നോക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ ചക്ക ഉപ്പിലിട്ടത്, അത് ഉപ്പിലിടുന്ന സംഭവം എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്, അത് കറി വെക്കുന്ന രീതിയൊക്കെ ഞാൻ ഒരിക്കലും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, ഉണക്കച്ചെമ്മീനും തേങ്ങയും അങ്ങനെ കുറച്ച് 2-3 സംഭവങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ അതിനൊരു. നമ്മളെ വീട്ടിലുള്ള സംഭവം തന്നെയാണ് ബാക്കിയൊക്കെ. അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു റെസിപ്പി, ഉണക്കച്ചെമ്മീൻ ചമ്മന്തി. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്, എനിക്ക് വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ, ചെയ്യാൻ പറ്റുന്നതൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എൻ്റെ മോൻ എപ്പോഴും പറയാറുണ്ട്, വീഡിയോ ചെയ്യുമ്പോൾ അത്ര ലോങ്ങായിട്ട് വീഡിയോ ചെയ്യണ്ട, ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ കുറച്ച് ഷോർട്ടായിട്ട് ചെയ്തോടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞ് പിന്നെ അത് ലോങ്ങായി പോകും അറിയാതെ.
ഇങ്ങനെ ലോക്ക്ഡൗൺ ആയിരിക്കുമ്പോൾ മൊത്തം ഷോപ്പൊക്കെ ക്ലോസ് ആയിരിക്കുമല്ലോ. ചിലപ്പോൾ വല്ലപ്പോഴും തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടണമെന്നുമില്ല. ചിലപ്പോൾ അവിടെയും സ്റ്റോക്ക് ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ആക്കി വെക്കുക. നമുക്ക് മെയിനായിട്ട് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ പുഴുങ്ങലരി, അതുപോലെ ഉണക്കമീൻ, ചില്ലി പൗഡർ, സവാള, ഇങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, വീട്ട് പൗഡർ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം, ഇതില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരു ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കി വെക്കുക. പിന്നെ അതിൻ്റെ താഴെ തന്നെ വേറൊരു ലിസ്റ്റും കൂടെ ആക്കി വെക്കുക. നമുക്ക് അത്യാവശ്യം വേണ്ട വേറെ സാധനങ്ങളുടെ ലിസ്റ്റും കൂടെ, അങ്ങനെ 2 ലിസ്റ്റാക്കി വെക്കുക. നമുക്ക് കടയിൽ വിളിച്ച് പറഞ്ഞാൽ അവർ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അവരോട് വിളിച്ച് പറഞ്ഞിട്ട് സാധനങ്ങൾ ഈ ഒരു ലിസ്റ്റൊക്കെ അവർക്ക് കൊടുത്തിട്ട് അവരോട് എടുത്ത് വെക്കാൻ പറയാം. ആദ്യം അത്യാവശ്യം സാധനങ്ങളുടെ ലിസ്റ്റ് പറയുക, പിന്നെ രണ്ടാമത് ബാക്കിയുള്ള ലിസ്റ്റും കൂടെ പറയാം. അങ്ങനെ അവരോട് എടുത്ത് വെക്കാൻ പറയാം. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ പോയിട്ട് ആ സാധനം വാങ്ങിയിട്ട് വരാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ലിസ്റ്റാക്കി വെച്ചിട്ട്, പിന്നെ കടയിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ആദ്യം അത്യാവശ്യ സാധനങ്ങളൊക്കെ പറയുക. പിന്നെയും കൂടെ നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളും കൂടി വാങ്ങാം. എന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതൊക്കെ 1 മാസത്തേക്കുള്ളതൊക്കെ വാങ്ങാം. പിന്നെ അങ്ങനെ കൂടെ കടയിലൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. പോകുന്നതും അത്ര സേഫല്ല. അങ്ങനെ തിരക്കുള്ളപ്പോഴും നമ്മളങ്ങനെ പോകുന്നത് സേഫല്ല. ആൾക്കാരൊന്നും ഇല്ലാത്ത സമയത്ത് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ നമുക്കങ്ങനെ കൂടെ പോകാനൊന്നും പറ്റത്തുമില്ല. അങ്ങനെ ഷോപ്പൊന്നും ഓപ്പൺ ഉണ്ടാകത്തുമില്ല. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ വാങ്ങുന്നത്, ഇങ്ങനെ ലൂസായിട്ടുള്ള ഐറ്റംസ് വാങ്ങുന്നതിനേക്കാളും പാക്കറ്റ്സിലുള്ള ഐറ്റംസ് വാങ്ങുന്നതാണ് നല്ലത്. ഇങ്ങനെ ലൂസായിട്ടുള്ളതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അത് പലരും നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കഴിയുന്നതും നമ്മളിങ്ങനെ പിന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ നമുക്ക് വേറെ എന്താ ചെയ്യുക? നമ്മൾ പാക്കറ്റ്സിലുള്ളതൊക്കെ വാങ്ങിയിട്ട് പിന്നെ അത് വീട്ടിലെത്തിയ ശേഷം നമ്മൾ അപ്പോൾ തന്നെ അതിനെ വേറൊരു കണ്ടെയ്നറിലോ അങ്ങനെ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ ഒരു പാക്കറ്റ് റിമൂവ് ചെയ്ത ശേഷം കൈയൊക്കെ നല്ലോണം വാഷ് ചെയ്യുക. എന്താണെങ്കിലും, ഫ്രൂട്ട്സ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും പാക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റ് തന്നെ വാങ്ങാൻ നോക്കാം. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പേടിക്കണ്ടല്ലോ. ഇങ്ങനെയുള്ള സമയത്ത് മാത്രമല്ല, അല്ലെങ്കിലും നമുക്ക് ഒരു കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പേടിച്ചിട്ടൊരു കാര്യവുമില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്നതൊക്കെ, നമുക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതൊക്കെ നമ്മൾ കെയർ ചെയ്യുക. ഇപ്പോൾ ഇത്രയും സ്ട്രിക്റ്റായിട്ട് ലോക്ക്ഡൗണും ഇങ്ങനെയൊക്കെ ഇത് നീണ്ടു പോകുന്നത് ഇപ്പോൾ 21 ദിവസത്തേക്കായി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമുക്കിങ്ങനെ ഒരു രോഗം വരാതിരിക്കാനും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ അവർക്കൊന്നും വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. എത്ര പറഞ്ഞിട്ടും ആൾക്കാർ കേൾക്കുന്നില്ല. കൂട്ടത്തോടെയാണ് മാർക്കറ്റിലും മറ്റും പോകുന്നത്, പ്രത്യേകിച്ച് കാസർഗോഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, വീട്ടിനകത്ത് തന്നെ ഇരിക്കാൻ നോക്കുക, ദുആ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയിൽ പറ്റുമെങ്കിൽ വരാം.